നമസ്കാരം. നമുക്കറിയാം പലപ്പോഴും വിവാഹ ജീവിതം പലർക്കും സന്തോഷവും അതുപോലെ തന്നെ സുരക്ഷയും ഒക്കെ ആയിരിക്കും. എന്നാൽ മറ്റു ചിലർക്കാട്ടെ അതൊരു വിഷമവും അല്ലെങ്കിൽ പേടിയും ഭയപ്പെടുന്ന ഒരു അനുഭവമായിട്ട് മാറപ്പെടാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വിവാഹത്തിന് ശേഷം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ആത്യന്തികമായിട്ട് അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു, മനസ്സിനെ തളർത്താതെ ഇത്തരം പ്രശ്നങ്ങളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ എങ്ങനെ നമുക്ക് പഠിക്കാം എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾക്കറിയാം, പ്രശ്നങ്ങളില്ലാത്ത ഒരാളുടെ ലൈഫിലും പ്രശ്നങ്ങളില്ലാത്തതില്ല അല്ലേ. പല കാര്യങ്ങൾ കൊണ്ടും പ്രശ്നങ്ങളുണ്ടാകാം. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഇമോഷണലായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, പരസ്പരം അന്യോന്യം മനസ്സിലാക്കി അത് പരിഹരിച്ച് അത് പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രീതിയാണ് പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പല സ്ത്രീകൾക്കും അവർ കുറച്ചുകൂടിയൊക്കെ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ഉയർന്ന ജോലിയും ഒക്കെ ഉള്ള സാഹചര്യത്തിലാണെങ്കിൽ ഇതൊന്നും എനിക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനാ അനുഭവിക്കണം, എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്തിനു സഹിക്കണം എന്ന് ചിന്തിച്ച് പലപ്പോഴും ഡിവോഴ്സിലേക്ക് പോകപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കൊരു ഡിവോഴ്സിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് മുന്നേ തന്നെ നമുക്ക് വളരെ വിദഗ്ധമായിട്ട് നമുക്കിത് പരിഹരിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സാധാരണയായി നമ്മൾ നേരിടുന്ന കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒന്നാമതായിട്ട് ഇപ്പോൾ പറയാനുള്ളത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിലെ ഉള്ള പ്രശ്നങ്ങൾ. ഒന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മുടെ പങ്കാളി കേൾക്കാനായിട്ട് ഒരു സ്പേസ് തരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവന് മനസ്സിലാകുന്നില്ല, ഭർത്താവിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് എന്ന് തുറന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഭർത്താവ് അവഗണിക്കപ്പെടുന്നു. തുറന്ന് സംസാരിക്കേണ്ട സമയത്ത് പലപ്പോഴും TV കാണാനോ അല്ലെങ്കിൽ മൊബൈൽ ഒക്കെ നോക്കി മെസ്സേജൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ തെറ്റായ മനസ്സിലാക്കലുകളാണ്. അപ്പോൾ സംശയങ്ങൾ കൂടും, ഒരു ആത്മബന്ധം വളരെ കുറഞ്ഞു പോകും. അടുത്തതായിട്ട് ഇമോഷണൽ ഡിസ്കണക്ഷൻ ഒരു പ്രധാന കാരണമാണ്. പലപ്പോഴും ഭർത്താവിൻ്റെ ഒപ്പം ആണെങ്കിൽ പോലും ഞാൻ അവനോടൊപ്പം ആണെങ്കിലും ഒരുപാട് ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ എനിക്കുണ്ടാകാറുണ്ട്. അതുപോലെ ഭർത്താവ് എപ്പോഴും ബിസിയാണ്, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്പേസ് തരുന്നില്ല, അല്ലെങ്കിൽ സ്നേഹപരമായിട്ടുള്ള ആസ്വാദനങ്ങൾ, അഫെക്ഷനോ അപ്രീസിയേഷനോ ഒന്നുമില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. പല സ്ത്രീകൾക്കും ഇടയിൽ ഇമോഷണൽ ലോൺനെസ് ഉണ്ടാകുന്നു. പക്ഷേ അവർ ഇതെല്ലാം ഒതുക്കി അപ്പം പുരുഷന്മാരെക്കാളും ഇമോഷണലി കാര്യങ്ങൾ നോക്കിക്കാണുന്നവരാണെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ ലൈഫിന്. അടുത്തത് പങ്കാളിത്തത്തിൽ അസമത്വം, അൺഈക്വൽ കോൺട്രിബ്യൂഷൻ ഇൻ റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പോൾ നമുക്ക് വീട്ടുപണികളിലൊക്കെ ആണെങ്കിലും കുട്ടികളുടെ ഭാരവും ഒക്കെ സ്ത്രീകൾ തന്നെ ചെയ്യുന്നു. പലപ്പോഴും ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന് ഒരു കാര്യത്തിൽ സഹായമോ ഒന്നും ചെയ്യത്തില്ല ചില ആളുകൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ കൂടുതൽ പ്രായമായി വരുന്തോറും ഇപ്പം നമുക്കറിയാം, നല്ല സ്പീഡിൽ ഒരു സമയത്ത് 2-3 കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണെങ്കിൽ, ഇപ്പം ഞാനൊക്കെ ഉൾപ്പെടെ എനിക്കിപ്പോൾ 40s കഴിഞ്ഞു. അപ്പോൾ എന്താ കുറച്ച് നമ്മൾ പെട്ടെന്ന് തീർത്തിരുന്ന 1 മണിക്കൂർ കൊണ്ടിരുന്ന് എല്ലാ കറികളും ചോറും ഒക്കെ വെച്ചിരുന്നെങ്കിൽ ഇപ്പം അത് 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഏജ് കൂടി വരുന്തോറും നമുക്ക് കാര്യക്ഷമത കുറച്ച് കുറയും. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒരാളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു സന്തോഷമായിരിക്കും. നമ്മൾ ഒന്നും വേണ്ട, ഒന്ന് കറിക്കരിഞ്ഞ് തരുമോ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ, കിച്ചണിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈക്വലായിട്ട് റെസ്പോൺസിബിളായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമായിരിക്കും നമ്മുടെ ലൈഫ്. പക്ഷെ ഒരാൾ വെറുതെ ഇരിക്കുകയും വീട്ടിലെ പണി ചെയ്യുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു, അതുപോലെ ഓഫീസിലെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഏജായി വരുന്തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഭർത്താവിൻ്റെ ഒരു സഹായം നമുക്കുണ്ടെങ്കിൽ
അത് വളരെ സന്തോഷകരമായിരിക്കും. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റീസ് എടുക്കാതെ വരുമ്പോൾ അതും മാരിറ്റൽ ലൈഫിൽ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്ട്രെസ് ആൻഡ് കൺട്രോൾ. ചില കാര്യങ്ങളിലൊക്കെ ഭർത്താവ് നമ്മൾ ശമ്പളം കിട്ടിയാൽ അല്ലെങ്കിൽ പൈസ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങളെ ഭാര്യമാരെ ഇടപെടേണ്ടതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തോളാം, അല്ലെങ്കിൽ വരുമാനങ്ങൾ നമ്മളുടെ ഒരു സാലറി പോലും എടുത്ത് വിനിയോഗിക്കാനുള്ള ഒരു അനുവാദമില്ലാതെ വരിക. സ്വന്തം ചെലവിനായിട്ട് പോലും ചിലപ്പം വീട്ടിൽ ജോലിയില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ പലപ്പോഴും ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ചെറിയൊരു മിഠായി വാങ്ങിക്കണമെങ്കിൽ പോലും ഭർത്താവിനെ ആശ്രയിക്കണം, അല്ലെ വേണ്ടാന്ന് പറയുമ്പം അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരിലേക്ക് തന്നെ ഒതുങ്ങാൻ തുടങ്ങും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസിന് തന്നെ വല്ലാത്തതായിട്ട് ബാധിക്കും. പിന്നെ അബ്യൂസ്, ശാരീരികവുമായിട്ടുള്ള മാനസികമായിട്ടുള്ള അബ്യൂസ്, അത് ശാരീരികമായ നമുക്കൊരു മാനസികമായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ശാരീരിക അബ്യൂസിനേക്കാളും ഭയാനകമാണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. ബ്ലെയിം ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യുക, സംശയത്തോടെ വീക്ഷിക്കുക, പറയുന്ന കാര്യത്തിൽ ഒരു തൃപ്തി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ അബ്യൂസ് വളരെയേറെ ശാരീരികമായി അബ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പോഴും കുറ്റം പറയാം, നീ ഒന്നിനും കൊള്ളൂല്ല, എന്നെക്കാളും നന്നായിട്ട് അവർ ചെയ്യുന്നില്ല, എന്ത് ഉണ്ടാക്കി കൊടുത്താലും കുറ്റം പറയുക, എന്ത് കാര്യത്തിനാണെങ്കിലും വിമർശിക്കുന്ന രീതി, ആ ഒരു രീതിയുള്ള ഒരാളുടെ കൂടെ ലൈഫ് നമ്മൾ മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വളരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, അത് ഭയങ്കര സ്ത്രീകളെ ഒരു ആത്മവിശ്വാസം മൊത്തം തകർത്തുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ അബ്യൂസ്. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഉള്ള ഒരു ഇത്. പിന്നെ അടുത്തതായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ്, വിശ്വാസമില്ലായ്മ, ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അതിശയിപ്പിക്കുക, അതുപോലെ തന്നെ വിശ്വസിക്കാതിരിക്കുക, എപ്പോഴും ഫോൺ ചെക്ക് ചെയ്യുക, മെസ്സേജുകൾ ചെക്ക് ചെയ്യുക, ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം, അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു സംശയം വരുമ്പോൾ തന്നെ ആ ഒരു അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയും ഭയവും ഉണ്ടാകുന്നു. പിന്നെ ലാക്ക് ഓഫ് മ്യൂച്വൽ റെസ്പെക്റ്റ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാതെയുള്ള സംസാരം, വഴക്കുകൾ, എപ്പോഴും പ്രതികരിക്കുക, താഴ്ത്തിക്കെട്ടി സംസാരിക്കുക, പബ്ലിക്കിൽ ഇരിക്കുന്ന സമയത്ത് മോശം പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ ഇവയെല്ലാം ചേർന്ന് പ്രശ്നമാണ്. നമുക്കറിയാം, ഇവയെല്ലാം ചേരുമ്പോൾ സ്ത്രീകൾക്ക് അവർ ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനൊരു ബന്ധം എനിക്ക് മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ സഹിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചില സ്ത്രീകൾ ചിന്തിക്കും. ചിലരാണെങ്കിൽ വളരെ പതുക്കെയും എല്ലാ കാര്യത്തിൽ നിന്നും വലിഞ്ഞ് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാനും അതുമൂലം അവരുടെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദത്തിലേക്കൊക്കെ പോകാനും ഒക്കെ ഇടവരുന്നു. അപ്പം നമുക്ക് ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ ഹെൽത്തി ആയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഡിവോഴ്സ് ചെയ്യല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്, അല്ലേ? ഇപ്പം ഒരാൾ നമ്മളെ തഴയുന്നു, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു, ദേഷ്യപ്പെടുന്നു, ഭയാനകമായിട്ട് ഉപദ്രവിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ഉള്ള ഒരു ഇതുണ്ട്. ഒന്നില്ലെങ്കിൽ മാനസികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു അടുപ്പം തോന്നാത്തത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ നല്ല രീതിയിൽ ഈ പ്രശ്നങ്ങൾ മാറ്റി സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തത്, നമ്മൾ പ്രതികരണമല്ല പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതിനെതിരായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ആ രീതിയാണ് നമ്മളൊന്ന് നോക്കേണ്ടത്. നമുക്കറിയാം, പലപ്പോഴും അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞു, പലപ്പോഴും അധികം നേരം സംസാരിക്കാത്തതായിരിക്കാം പ്രശ്നങ്ങൾ. അപ്പോൾ കൂടുതൽ സമയം സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവൻ പറയുന്ന വാക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് അദ്ദേഹം അവഗണിക്കുന്നു. അപ്പോൾ അങ്ങനെ അവഗണിക്കുമ്പോൾ ചെന്ന് ചോദിക്കുക, ചേട്ടൻ എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടാണോ? അന്ന് പെട്ടെന്ന് ചോദിക്കാതെ എപ്പോഴെങ്കിലും തന്നെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുക, എന്താണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്ത് ആഗ്രഹിച്ച് പറയാനിരുന്ന കാര്യങ്ങളാണ്, ചേട്ടൻ എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത്, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ലേ
എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം ആ ഒരു സഡനായിട്ട് പ്രതികരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം എന്താ ചെയ്യുന്നത്, കുറച്ച് സമയം ഒന്ന് മാറി നിന്ന് മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം ഒന്ന് സംസാരിക്കുക. അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ 5 മിനിറ്റ് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുകയോ, അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ തന്നെ ചോദിക്കുക, ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു മൂഡിലാണോ ഇരിക്കുക. അപ്പോൾ അദ്ദേഹത്തിനും ഒരു മനസ്സുണ്ട്, നമുക്കും ഉണ്ട്. വല്ലാതെ ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നവും കൂടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുഴഞ്ഞു പോകത്തുള്ളൂ. ഓഫീസിൽ ഒത്തിരി പ്രശ്നങ്ങളും കൊണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മളൊന്ന് കാമായിട്ട് ഇരുന്നതിന് ശേഷം ഒന്ന് ആലോചിക്കുക, ഇപ്പം സംസാരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണോ എന്ന് ആലോചിച്ചതിന് ശേഷം കുറച്ച് കാമായിട്ടിരിക്കുന്ന സമയത്ത് എന്ന് പറയുക. അല്ലെങ്കിൽ ഒന്നും പറയാതെ കുറച്ച് നേരം മാറിയിരിക്കുക. എന്നിട്ട് ഒന്ന് നമ്മളും ശാന്തമായി അദ്ദേഹവും ശാന്തമായിരിക്കും. ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് നേരെ വിപരീതമായിരിക്കും സംഭവിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വളരെ ശാന്തമായിട്ട് ഇരുന്നതിന് ശേഷം അവർ സംസാരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിലാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തുക. അവയർനെസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കുടുംബത്തിലെ വീട്ടിലുണ്ടാകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എൻ്റെ വല്ല തെറ്റും കൊണ്ടാണോ, 2 കൈയും കൂടെ കൂട്ടിയിടിച്ചാൽ അവിടെ ശബ്ദം ഉണ്ടാകാറുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക, നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ എന്ന് ഒന്ന് നോക്കിയിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാൻ പഠിക്കുക. എനിക്ക് എന്താണ് വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് യുക്തിയുള്ളതാണോ ഞാൻ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴാണ് കൂടുതൽ ട്രിഗർ ആകുന്നത്, എനിക്ക് ദേഷ്യം വരുന്ന സമയങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓരോ പ്രശ്നങ്ങളും ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് എഴുതി വെച്ചിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണ്, അത് ഉണ്ടാകാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു എന്നും കൂടെ ഒന്ന് എഴുതി വെച്ച് അത് വെച്ച് നിങ്ങൾ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് എഴുതി നോക്കുമ്പോൾ നമുക്ക് പതുക്കെ അത് സോൾവ് ചെയ്യാനുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം ഏതിന് ചോദിക്കുന്നതിന് പകരം എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നമുക്കത് പിന്നെ സംസാരിച്ച് സോൾവ് ചെയ്യാം. അപ്പം ഇങ്ങോട്ട് ബ്ലെയിം ചെയ്യുന്നതും തിരിച്ചും അങ്ങോട്ട് ബ്ലെയിം ചെയ്യാതിരിക്കുക. കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പുറകെ ചില ആളുകളാണെങ്കിൽ പുറകെ വന്ന് വഴക്കുണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ തിരിച്ച് സംസാരിക്കാതെ അങ്ങനത്തെ ഭാഷയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കിയിട്ട് പതുക്കെ കാമായിട്ട് നിന്നിട്ട് ചിരിച്ചുകൊണ്ട്, ചിലർക്ക് ചിരിക്കുന്ന ദേഷ്യമായിരിക്കും. ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അവരെ കളിയാക്കുന്നതാണെന്ന് അവർ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നമ്മളൊന്ന് മിണ്ടാതെ നിന്നിട്ട് ഒന്ന് മനസ്സിലാലോചിക്കുക, ഇപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഹർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നൊന്ന് ആലോചിച്ചതിന് ശേഷം വളരെ കാമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കമ്മ്യൂണിക്കേഷനാണ് പല ബന്ധങ്ങളും തകർക്കുന്നതിന് മെയിൻ കാരണം. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ക്ഷമ മാത്രമല്ല, നമുക്ക് ഒരു ആത്മബോധം വേണം, അതുപോലെ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് വേണം കുറച്ചും കൂടി, അതുപോലെ തന്നെ സ്നേഹവും കൂടെ ചേർന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് അറിയൂ, ഇന്നാളെ അങ്ങനെ ചെയ്തില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുക, എമ്പതി പ്രകടിപ്പിക്കുക. എനിക്കറിയാം ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഓഫീസിൽ ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ടാണ് വരുന്നതെന്നൊക്കെ എനിക്കറിയാം, അപ്പോൾ പക്ഷേ എന്നാലും എന്നെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണേ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം. അപ്പോൾ സ്ത്രീകൾ ആദ്യം മാറുമ്പോൾ പലപ്പോഴും പുരുഷന്മാരും അതിൽ പതുക്കെ മാറാൻ ആയിട്ട് ശ്രമിക്കാം. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ ഒന്ന് ഉള്ളിൽ ചിന്തിക്കും, ഞാനീ പറയുന്നത് ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ. അപ്പോൾ അങ്ങനെയൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് സെൽഫ് കെയർ. നമുക്ക് സെൽഫ് കെയർ അത്യാവശ്യമാണ് സ്ത്രീകൾക്ക് എപ്പോഴും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രം ജീവിക്കുന്നവരല്ല, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ വീഡിയോസിലും
മിക്കവാറും പറയുന്ന ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി മാറ്റി വെക്കണം. കുറച്ച് സമയം ഒന്നില്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോവോ, ബ്രീത്തിങ് എക്സസൈസ് എടുക്കുമോ, ഇഷ്ടമുള്ള ഹോബീസ് എന്തൊക്കെയാണ് ആ ഹോബീസിന് വേണ്ടി കുറച്ച് നേരം സമയം കഴിയുമോ, അല്ലെങ്കിൽ നല്ല ബുക്സ് വായിക്കുമോ, നല്ല പാട്ട് കേൾക്കുമോ, പിന്നെ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ റീചാർജ് ചെയ്ത് നിന്നാലേ ഉള്ളൂ നമ്മളുടെ ആ ഒരു പ്രസരിപ്പ് നമ്മുടെ കുടുംബത്തിൽ മൊത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. അത് എപ്പോഴാണെങ്കിലും, അപ്പം നിങ്ങൾ ജോലി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും വരുന്ന സമയത്ത് രാത്രി കിടക്കാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുറച്ച് സമയം നേരെ പോയി കിടന്ന് ഉറങ്ങാതെ കുറച്ച് സമയം മനസ്സിനെ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, എനിക്ക് മനസ്സിന് എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും സന്തോഷം, അതാണ് എൻ്റെ ഹോബി. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ അന്നേരം നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നീങ്ങും. പിന്നെ ഇതൊന്നും പറ്റുന്നില്ല, ഞാനിത് എന്ത് ചെയ്തിട്ടും എന്നെ മനസ്സിലാക്കുന്നില്ല, അതുപോലെ ഞാൻ അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് ചിലർ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഞാൻ എത്ര നന്നായിട്ട് കുക്ക് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ എത്ര നന്നായിട്ട് പെരുമാറിയാലും പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാക്കുകൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നെ സംശയിക്കുന്നു, അതുപോലെ തന്നെയാണ് ഈ അതികഠിനമായിട്ട് ഫിസിക്കലി ഇമോഷണലി ബ്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പറ്റുന്നില്ല, അതൊരു മാനസിക പ്രശ്നമാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, കുറച്ചും കൂടെ ചേർത്ത് പിടിക്കുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ ആരുടെയെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള ആരുടെയെങ്കിലും സഹായം തേടുക. അപ്പോൾ ഇട്ടിട്ട് പോകാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ. നമുക്ക് കുട്ടികളുണ്ട്, ഒക്കെയുണ്ട്, നമുക്ക് ഭർത്താവ് വളരെയായിട്ട് മദ്യപിക്കുന്നു, അതുപോലെ ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ വളരെ ഇതായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓടിപ്പോയി സൂയിസൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബന്ധം ഉപേക്ഷിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും മാനസിക വൈകൃതം ഉള്ളത് കൊണ്ടായിരിക്കും ആ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ അത് നേരെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലോ അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പെരുമാറിയാലോ ഒന്നും മാറുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ അതിനെന്താ വേണ്ടത്, ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അതിന് ആരുടെയെങ്കിലും സഹായം അത്യാവശ്യമാണ്. ഇപ്പം ഷാർജയിലെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു, ആ കുട്ടി ചെയ്ത ഏറ്റവും വലിയ ഫൂളിഷ്നെസ് പോയി ആത്മഹത്യ ചെയ്തതാണ്, അതിൻ്റെ ലൈഫ് പോയി. അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു, കയ്യിൽ സോസ്പാനൊക്കെ എടുത്ത് അടിക്കുക, അല്ലെങ്കിൽ സ്റ്റൂൾ എടുത്ത് അടിക്കാനായിട്ട് വരുന്നു, അതുപോലെ തന്നെ ഏത് സമയം സംശയം, വീട്ടിലുള്ളവരെ വിളിക്കാൻ സമ്മതിക്കുന്നില്ല, ഉറങ്ങണില്ല. ഈ ഉറക്കമില്ലായ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊരു മാനസിക പ്രശ്നമുള്ളത് കൊണ്ടല്ലേ ഉറങ്ങാത്തത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു വ്യക്തിയെ നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം നമ്മൾ ഒറ്റയ്ക്ക് സഹിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ ആരുടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലറുടെ അടുത്ത് പോയിട്ട് കൗൺസിലിങ്ങിലൂടെ മെഡിസിൻ കഴിച്ചിട്ടാണെങ്കിൽ അത് മാറ്റി വളരെ സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിനെ ഡിവോഴ്സ് ചെയ്ത് പോവല്ല ചെയ്യേണ്ടത്, അല്ലെ സൂയിസൈഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. അതിന് പ്രതിവിധികളുണ്ട്, ഏത് പ്രശ്നത്തിന് സൊല്യൂഷനുണ്ട് അല്ലേ. എന്ത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യം ലോകത്തില്ല. പക്ഷെ ആ സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഇപ്പം ഇങ്ങനെ അടിക്കുന്നു, മദ്യപിക്കുന്നു, അല്ലെ ഉപദ്രവിക്കുന്നു, അയാൾക്ക് ഉള്ള പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അനുഭവിക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇപ്പം നമ്മളറിയാം, കല്യാണം കഴിച്ചു കഴിഞ്ഞ് വേറൊരു ഫിസിക്കലായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുക്കും അല്ലേ. ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷേ മെൻ്റലി വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഉടനെ ഡിവോഴ്സായി അല്ലെങ്കിൽ പോയി സൂയിസൈഡ് ചെയ്യുക, ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നല്ലൊരു കൗൺസിലിങ്ങിലൂടെ ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സുഗമമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ എല്ലാവരും അറിയിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നില്ല, ഇരു ചെവി അറിയാതെ പരിഹരിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിയുള്ള ബന്ധം നിങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ഒന്നും തളർത്തേണ്ട കാര്യമില്ല. അത് നമുക്ക് ഇത് വളരേണ്ടത് 2 വേ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് രണ്ടിലെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ടത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആദ്യം കാരണം എന്താണ് എന്ന് അനലൈസ് ചെയ്യുക. അത് ഫിസിക്കലി ആയിരിക്കാം, മെൻ്റലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അതെന്താണ് എന്ന് നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഇട്ടിട്ട് പോരുമല്ല ചെയ്യേണ്ടത്. അതിനുള്ള പരിഹാര മാർഗ്ഗം കണ്ടെത്തി അതായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്കും വളരെ സന്തോഷം നൽകുന്നത്. അമ്മയും അച്ഛനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്തോഷം അവർക്ക് സെപ്പറേറ്റഡ് ആകുമ്പോൾ കിട്ടത്തില്ല.
അപ്പോൾ ഇപ്പം നമ്മൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും അതിനെ എങ്ങനെ ആരോഗ്യകരമായിട്ട് കൈകാര്യം ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ ദിവസം കഴിയും തോറും നിമിഷവും നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി വരികയുള്ളൂ. അപ്പം ആ ഒരു ഇത് മനസ്സിലാക്കി അത് തരണം ചെയ്ത് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളെക്കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ ആരുടെയെങ്കിലും നല്ല കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ കുറച്ചുകൂടെ നല്ല ഇതായിട്ട് സംസാരിക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഇത് ഇട്ടിട്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നത് ഭീരുക്കളാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്ത് പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. ഇതിനൊരു സൊല്യൂഷൻ ഇങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അതിനൊരു പരിഹാരം വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമ്പർ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഗുഡ് ലൈഫ് കൗൺസിലിംഗിലേക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നല്ല ഒരു പരിഹാര മാർഗം ഞങ്ങൾ കണ്ടെത്തി തരുന്നതായിരിക്കും. അപ്പോൾ ദയവായി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി, ഞാനത് എന്നെക്കൊണ്ട് ഞാൻ പരിഹരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അയക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.